നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ അപ്പീൽ ഫെബ്രുവരി 4-ന് പരിഗണിക്കും. മറ്റ് പ്രതികളുടെ അപ്പീലിനൊപ്പമാണ് പരിഗണിക്കുക. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, എന്താണെന്ന് കോടതിയിലുണ്ടായത്? മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാർട്ടിൻ ആന്റണിയുടെ കേസ് ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് സമാനമായ കേസുകൾ കൂടി വേറെയുണ്ട്. അതിൽ 2 പ്രതികൾ നേരത്തെ തന്നെ സലീം, പ്രദീപ് എന്നിവരുടെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് ഫെബ്രുവരി 4-ന് ആ കേസുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളോടൊപ്പം തന്നെ മാർട്ടിന്റെ കേസ് കൂടി പരിഗണിക്കാം എന്നുള്ളതാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചത് മതിയായ തെളിവുകളല്ലാതെ തെളിവുകൾ പരിഗണിക്കാതെയാണ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ മാർട്ടിൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തനിക്ക് ഈ കേസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് നേരത്തെ വിചാരണ കോടതിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അതൊന്നും കോടതി പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ക്രിമിനൽ അപ്പീൽ സ്വഭാവത്തിൽ വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് ആ കേസ് എടുത്തു. പക്ഷേ മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കണം. പ്രത്യേകിച്ച് 2 കേസുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് ഒരേ മെറിറ്റിൽ പരിഗണിക്കാനാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ദിവ്യ, ശരി. അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.